തരാനില്ല. ഇന്ത്യ ഗവൺമെന്റ് അടിച്ച കാർ ഉറുക്കി വാങ്ങിയ സാധന ഇത് എവിടെ കളിക്കുക എന്നിട്ട് വന്ന മീനും കൂട്ടി ചോറ് തിന്ന കാലമേ മാറുന്നു പോയി. നല്ല പാട്ടില്ലേ? പോയത് കണ്ട മോന്ത് ഒരു കസാരയും കൊണ്ടുപോയിട്ട് ഇപ്പൊ എവിടെ പോയി കളിക്കുക? കുഞ്ഞാളെ മാനെ ഭാര്യ കുട്ടിയെ ഒരൊറ്റ ഇൻസും ഇല്ല ഇവിടെ. അല്ല എത്താപ്പൊന്ന് സൂര്യകളെ കണ്ടു വാതിലൊക്കെ അടിച്ച ഔത്തുത്തിർക്കാന്. ഭാര്യ കുട്ടിയെ കൂട്ടി ഭാര്യ ഇതൊന്നും ഇല്ല ഒറ്റോനെ. കുട്ടനൊക്കെ കുറെ നേരമായി വന്നിട്ട്? ഇല്ലല്ല നമ്മളിപ്പോ വന്നിട്ടുള്ളു. പിന്നെ ചായം വെള്ളം ഒന്നും മാണ്ടട്ടോ, ഇപ്പൊ കുടിച്ചിട്ടേ ഉള്ളൂ. അല്ല ബാപ്പ അങ്ങോട്ട് വന്നില്ലേ? ഇല്ല. പിന്നെ രാവിലെ നടന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടോ എന്താപ്പ ചെയ്യാൻ കഴിയാലേ? മനസ്സിന് അസുഖാണെങ്കിലേ വെയിച്ചം ചെയ്ത് മാറ്റാനി. കേടിനും കിബറിനും ഒന്നും ഇപ്പം വെയിച്ചല്ലല്ലോ. ആര് കേടും കിബറും കാണിച്ചെന്നാ നിങ്ങൾ പറയുന്നത്? അപ്പൊ അമ്മൂട്ടി വന്ന മാരുമ്പാടെ കളഞ്ഞപ്പോ എന്താ? അവർ ചെയ്യേണ്ടത് അവർ ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. അപ്പോലെ ചെയ്ത് മുഴുവൻ ശരി ചെലുത്താനേ എന്റെ വർത്താനം. പിന്നെ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സമ്പത്ത് അത് മറ്റൊരുത്തൻ തട്ടിയെടുക്കുമ്പോൾ അത് കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പൊ ബാധ്യത ബജാക്കാനുള്ള പരിപാടിയാ ഇത്. ബെല്ലാകാലം മുന്നോട്ട് പോലട്ടോ. ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ലല്ലോ. നമ്മൾ ആരും ഏൽപ്പിച്ചടാ ഇബ്ലീസേ? നാട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോഴേ ദീനുൽ ഇസ്ലാമിന്റെ പേരില് അതിലിറങ്ങേണ്ടി നമ്മളെ കടമ അതല്ലേ? 1,24,000 പ്രശ്നത്തിൽ ഇടപെടാണോ നിന്റെ ഉത്സാഹം? അത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥ കൊണ്ടല്ലോ. മറിച്ച് രണ്ടുപേരെയും തമ്മിലടുപ്പിച്ച് അവരുടെ ചോര കുടിക്കാനുള്ള ആർത്തി കൊണ്ടല്ലേ? പ്രശ്നം എന്താ പറയാ? പാപ്പ എന്തിനാ പിടിച്ചുവെച്ചത്? ആ നെഞ്ചിനുള്ളിൽ ഒരുപാട് കലങ്ങി തെളിയാനുണ്ട്. അതെല്ലാം കലങ്ങി തെളിയട്ടെ. മാറ്റിയായി കിട്ടി. ഇന്ന് വരെ ദീനുൽ ഇസ്ലാമിന്റെ പേരില് നിങ്ങളപ്പം മാണ്ടേനും മാണ്ടാത്തേനും ഒക്കെ നിന്നേനുള്ളേ പ്രതിഫലം അത് നമ്മ കിട്ടണം. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം. ഇനി കുട്ടിരായനായാത്തുള്ളോട്ടോളം കാലേ ഈ തറവാടിന്റെ മുറ്റത്ത് കാലത്തൂല. അത് ഉറപ്പാ. നമ്മക്ക് മയ്യത്താവണം, ഇപ്പൊ തന്നെ മയ്യത്താവണം. എന്നാലെങ്കിൽ ഈ നാടൊന്ന് രക്ഷപ്പെടട്ടെ. എന്താണോ സമീറാജി പറഞ്ഞേ? നിർബന്ധമായും പറഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. കുട്ടിരായനാ എന്തേ പറഞ്ഞേ? ഓൻ എന്താ പറഞ്ഞോ? നമ്മൾ നാട്ടുകാരെങ്ങനെ തമ്മിൽ അടുപ്പിച്ചിട്ടുണ്ട്, ഓനെ ചോര കുടിച്ചിട്ടുണ്ട്, ഒരു ജാതി മാറ്റേ വർത്താനേ. ഇന്നേ വരെ 60 അത്തും കുത്തുമായിട്ടേ ഒരു ചെറുമ അനുസവം പോലും നമ്മളെ മുഖത്ത് നോക്കി വരാത്തല്ലേ? നിങ്ങളെ ഈ വെട്ടല്ല ഒരു മിനിറ്റ് കൊണ്ട് പറഞ്ഞേ. പാപ്പാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ അന്യായമായി പിടിച്ചു വെച്ച ആ കമ്മിറ്റിക്കാക്കിയുടെ സ്വത്തില്ലേ, അത് ഉടനെ തന്നെ തിരിച്ചു കൊടുക്കണം. ആ സ്വത്ത് നമുക്ക് വേണ്ട. പിന്നെ അന്യന്റെ സ്വത്ത് അനർഹമായി തട്ടിയെടുക്കുന്നത് തെറ്റാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഒരു മതത്തിന്റെ ആളുകളല്ലേ പാപ്പ നമ്മളെല്ലാവരും? എടാ കോടാണി പാപ്പ, വിജയ് നീറായിന്റെ മക്കളെ നീന്തം പഠിപ്പിച്ചിട്ടുണ്ടോ? അന്നക്കാളും ആരടോ
അന്റെ ബാപ്പക്ക് ദീന്റെ മസാല ഒക്കെ. ജീവിതത്തിൽ ഫലം ചെയ്യാത്ത അറിവ് ആപത്താണ്. കേട്ടില്ലേ 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 എന്താ പോ പറഞ്ഞ്? നിങ്ങൾക്കുള്ള ഇൽമ് മുഴുവനെ ദീനുൽ ഇസ്ലാമിന് ഓകാരപ്പെടൂലാന്ന് ആരാപ്പത് പറഞ്ഞേ? നിങ്ങളെ മോനെ ആരെ മൂത്ത് നോക്കിയപ്പത് പറഞ്ഞേ? സ്വന്തം ബാപ്പന്റെ മൂത്ത് നോക്കിയാട്ട്. ഇതിനൊക്കെ എന്താ കാരണം എന്നറിയോ? ഈ കുട്ടിച്ചാത്തനെ മദ്രസ ചേർത്തുന്ന ദോഷം നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞില്ലേ, കയ്യും പോലെ പറഞ്ഞില്ലേ, അബുജാന്റെ സ്കൂളിൽ പറഞ്ഞേക്കണ്ടാന്ന്. എന്നിട്ടിപ്പൊ എന്തായി? അനുഭവിച്ചോളി, നിങ്ങൾ എന്നെ അനുഭവിച്ചോളി. വെള്ളം കുടിച്ചോനെ ഇപ്പൊ തിന്നു, അത് ഉറപ്പുണ്ടോ? എന്റെ ബാപ്പാനെ പറഞ്ഞ് തെറ്റിച്ച് ഈ കുടുംബം നശിപ്പിച്ചാൽ നീ രണ്ടു കളിയിൽ പുറത്തേക്ക് നടക്കില്ല, മനസ്സിലാക്കോ? കിണിയും ഇയാളെ മനസ്സിലായിട്ടില്ലേ? ഈ നാട്ടുകാർ മുഴുവൻ വെറുത്തൊരുത്തനെ ബാപ്പന്തിനാണ് തോളിൽ കയറ്റി നടക്കുന്നത്. ദേഷ്യം കേട്ടോ, എന്റെ സ്വഭാവം കാര്യാലോ. ഞാൻ ബാപ്പയെ ദേഷ്യം പിടിപ്പിക്കാണ്ടി പറഞ്ഞതല്ലോ. പിന്നെ എന്തിനാണ് ബാപ്പ അന്യായമായി നിങ്ങളെ സ്വത്ത് തട്ടിയെടുത്തത്? ഒരു തലമുറയെ മുഴുവൻ തീറ്റിക്കാനാണോ? അതല്ലെങ്കിൽ അന്യന്റെ സ്വത്ത് തട്ടിയെടുത്ത കള്ളനെന്ന മാറാ പേര് പറയാനോ? അതല്ല മോനെ, നിന്റെ കാര്യം എനിക്കറിയാലോ. എപ്പോഴും ഒരു അറ്റാക്ക് വന്ന് ഞാൻ മേത്ത പോകാൻ അറിയില്ല. അതിന് മുമ്പ് ഇങ്ങനെ ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഷമീറെ, പൈസ അല്ലാതെ ദുനിയാവിൽ ഒരു കാര്യമില്ല. ഏത് സമയവും മരണത്തെ പ്രതീക്ഷിക്കുന്ന എന്റെ സ്വന്തം പാപ്പ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിക്കാത്തത്? പിന്നെ ജീവിക്കാനാണെങ്കിൽ 2 തലമുറക്ക് കഴിയാനുള്ളത് നിങ്ങളോട് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ വരഞ്ഞു കൂട്ടിക്കൊണ്ട് വെച്ചാലേ ഒരാഴ്ച കോട്ടമാന്തൽ വാങ്ങാൻ കഴിയൂല. അന്റെ ബാപ്പന്റെ സ്വത്ത് അത് മതി എനിക്ക് വേണ്ടി അംശമാക്കും കഴിഞ്ഞുകൂടാൻ. അല്ലാതെ അന്യന്റെ ഒരു തുണ്ട് ഭൂമി പോലും കൈവശം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ പന്റെ സമ്മതം ആർക്കണോ? ഒന്നില്ലെങ്കിലും അന്നാടി പ്രായം വരെ ജനിക്കില്ലേ? അപ്പോ ഈ പ്രായവും പരിചയവും ഉള്ളവർ തെറ്റ് ചെയ്താൽ തെറ്റല്ലാതായി മാറുമോ? കേട്ടില്ലേ 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 കേട്ടോളിട്ടോ, പള്ളർച്ചും കേട്ടോളി. ഇപ്പൊ എന്താ പറഞ്ഞേ? നിങ്ങളെ പ്രായത്തിന് പരിചയത്തിന് വരെ ബല വെക്കലുണ്ട. എങ്ങനെ ഇറങ്ങി പോടാ പുറത്ത്. ഇമാറെ ഇത് മുമ്പിൽ നീ കണ്ടുവരുന്നത്. ഞാൻ പോവാണ്. ഇവിടെ നിന്ന് ഈ ഹറാമായി തിന്നതേക്കാൾ നല്ലത് മറ്റെവിടെയെങ്കിലും പോയി പട്ടിണി കിടക്കലാണ്. പിന്നെ പിന്നെ ഈ പിശാചിന്റെ വാക്ക് കേട്ട് എന്നെ ചവിട്ടി പുറത്താക്കുന്ന എന്റെ സ്വന്തം പാപ്പ കുറച്ചു കഴിയുമ്പോൾ എല്ലാം മനസ്സിലാവും. എല്ലാം തകർന്ന് മനസ്സ് പുകയുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഈ കൂടെയുള്ള ചെകുത്താൻ ബാപ്പയുടെ അടുത്തുണ്ടാവില്ല. നിങ്ങള് വിഷമിക്കൊന്നും വേണ്ടാന്ന്. ആ
ചെങ്ങായി കിട്ടാണ്ട് കിട്ടിയപ്പോഴേ ഓൻ അടങ്ങില്ലേ. ഇതാ ഞമ്മള് പറഞ്ഞ് വളക്കുമ്പോഴേ ചെടിയാകുമ്പോ വളക്കണം, മരായ അതിന് വെച്ചൂല. നല്ല കുട്ടികളെ ഇന്നേ വരെ നിന്റെ കയ്യിനോട് ഞാനൊരു ടച്ചില്ല. അങ്ങനെ പറ്റിപ്പോയി, ഇങ്ങനെ പറ്റിപ്പോയി കുട്ടികളെ. നിങ്ങൾ കൂളായി മനസ്സാ. ഓനെ പറ്റി നിങ്ങൾ ഇനി ബേജാറാകുന്ന വേണ്ട. പുകഞ്ഞ കൊള്ളി എപ്പോഴും പുറത്ത് തന്നെ, അത് ഉറപ്പാ. ഇത്രയായി ഷമീർ നിന്റെ മോനല്ലേ, നിന്റെ ചോരനല്ലോ എന്റെ ഉള്ളത്. കാക്കേ ചവിട്ടി പുറത്താക്കേണ്ട സമയത്ത് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ തന്നെ ചവിട്ടി അങ്ങോട്ട് പുറത്താക്കണം. അപ്പൊ ആരും ചോര നീരൊന്നും നോക്കിക്കല്ല. ഇതൊന്നും മാണ്ടില്ലേ ഇങ്ങനെ തോലക്കമ്മനെ വർത്താന പറയണേ. തഴുപ്പ് തൊടാൻ നേരത്തെ കോല ഇറക്കരുതിട്ടോ. നിങ്ങൾ വേ ഒരു കാര്യം ചെയ്യും, ആ ലേസറാളെ അങ്ങോട്ട് വിളിച്ചിട്ടേ ആ ആധാരം അങ്ങോട്ട് ശരിയാക്കിയാണ്. നീ വെക്കിക്കണ്ട. അതിനിപ്പോ കമ്മുട്ടിയിലെ ഒപ്പ് സമ്മതമൊക്കെ വേണ്ടേ? കമ്മുട്ടിന്റെ ഒക്കെ നമ്മൾ ശരിയാക്കാം. പക്ഷെങ്കിൽ ഓന്റെ മോണ്ടല്ലോ എത്താ പൈസല് ഓനാ കുറച്ച് കുഴപ്പം. അല്ലെങ്കിൽ വേണ്ട കുട്ടിനെ നമ്മൾ എടുത്തൊക്കെ തിരിച്ചു കൊടുത്താലോ. കുട്ടി വരാൻ തട്ടോ എത്തപ്പത് കൂടി കൂടി ഇങ്ങനെ വരിക. ഇപ്പൊ നല്ല തണുപ്പാണല്ലോ, അതുകൊണ്ട് കൂടെ തന്നെ. ഇത്രയും കാലേ മെൻസന്മാരുടെ എല്ലാം മാനും മര്യാദയും ഒക്കെ നഷ്ടപ്പെടുത്തി. ഓരോ കുട്ടിയാത്തനാണെങ്കിൽ ചവിട്ടിയാട് പുറത്താക്കി. ഇനിയിപ്പോ ഇതൊക്കെ തിരിച്ചു കൊടുക്കുക. ഇതിനൊക്കെ കാരണക്കാരനെ നമുക്ക് പൈസല ഓൻ ആദ്യം നറുക്കെടുത്തണം. എന്ത് ചെയ്യണം പറയണേ? കൊണ്ടരണ്ടോ കണ്ടറിയുന്ന ഓൻ എന്താ കാട്ടണ്ട് ഞമ്മക്കറിയാം. എടാ ഞമ്മക്ക് ഇങ്ങോട്ട് വിട്ടെന്നാളീ ദീനുൽ ഇസ്ലാമിന്റെ പേരില് നിങ്ങൾക്കും വേണ്ടി നമ്മളത് ചെയ്യാം. കൂട്ടുകാരനെ അല്ലെങ്കിൽ വേണ്ട, ആ കൂടുതൽ പ്രശ്നവും ഒരു കുഴപ്പമില്ലട്ടോ. ഈ കുട്ടിരായനൊരു കാര്യം അങ്ങോട്ട് ഏറ്റാലേ അത് അങ്ങോട്ട് ബൗസാക്കിട്ടേ കഞ്ഞിന്റെ വെള്ളൊരു മുറുക്ക അങ്ങോട്ട് കുടിച്ചുള്ളൂ. എനിക്കൊന്നും പറ്റിയിട്ടില്ല. മുണ്ടാണ്ടിരിക്കണ അവിടെ ഇതെന്താ കാട്ടണ്ടേന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ തീരുമാനിച്ചോളാം. നിങ്ങളെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എനിക്കൊന്നും പറ്റിയിട്ടില്ല. നമ്മളെ കമ്മുട്ടിന്റെ അവിടെ പോയി അതൊക്കെ നേടാക്കാം. അതിന്റെ മുമ്പ് ഒരു വർത്താനം. ഒന്നെങ്കിൽ അവിടെ പരകുട്ടി, അല്ലെങ്കിൽ കമ്മുട്ടി, ഏതെങ്കിലും ഒരു മുട്ടി. ഈ രണ്ട് മുട്ടിമാരോട് ഒത്തൂല. അത് ഉറപ്പ്.